ഡെസ്റ്റിനേഷൻ കേരളയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ഞാനിവിടെ വന്നത്. മിസ്റ്റർ അതുൽ എന്നെ ക്ഷണിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത്, ഈ ചടങ്ങിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മാനുഷിക മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗീത സായാഹ്നമാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ളൊരു ചടങ്ങിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പങ്കെടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ സ്പർശിച്ച ഒരു ചടങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ അനുമോദിക്കേണ്ടത്? വാക്കുകൾ കൊണ്ട് ആവില്ല. കാരണം വാക്കുകൾക്കൊന്നും ഇപ്പോൾ ഒരു അർത്ഥമില്ല. അത് വെറും വാക്കുകളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത്? ഡെസ്റ്റിനേഷൻ കേരള, അതുപോലുള്ള ഇതിൻ്റെ സ്പോൺസേഴ്സ്, അതിലുപരി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഓരോരുത്തരും എൻ്റെ ഉന്നതങ്ങളിലാണ് നിൽക്കുന്ന ഒരു പിടി ആളുകളെയാണ്. അവർ പാടുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒരു പ്ലാനോട് കൂടി വരുമായിരുന്നു, ഒരു പാട്ട് പാടാമായിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നിയതാണ്. പക്ഷേ ഇപ്പം സാധിക്കില്ല. അത് ഒരു കുറവല്ല, അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇവിടെ ഇപ്പം തന്നെ ഒരു പാട്ട് കേട്ടല്ലോ. എന്താ, എത്ര മനോഹരമാണ്. അത് വെറും പാട്ടെന്ന നിലയിലല്ല, അതൊരു പ്രത്യേക കോസ്, ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സായാഹ്നമാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപൂർവമായി മാത്രം നമുക്ക് ലഭിക്കുന്നതാണിത്. ഇതിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു, അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കലാകാരന്മാരായിട്ട് വന്നിട്ടുള്ള സിഇഒമാരെ, ഉന്നത വ്യക്തികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ചെറുവാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.